2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലമൊക്കെ പുറത്തു വന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റി. 103 ഐക്യ ജനാധിപത്യം ജയിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇത് നാളെ ഐക്യ ജനാധിപത്യ മുന്നണിയായി മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം അധികാരമെടുക്കുവാൻ പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പാർട്ടികളും മന്ത്രിമാരും പ്രഖ്യാപിക്കേണ്ടത്. മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടിയ 5 സീറ്റുകളിലേക്കുള്ള 5 മന്ത്രിമാരെ മുസ്ലിം ലീഗിന് UDF അനുവദിച്ചിട്ടുണ്ട്. ആ 5 മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അത് ഞാനിവിടെ പറയുകയാണ്. അതായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധിയെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുന്നു. വകുപ്പുകൾ സംബന്ധിച്ച് കഴിഞ്ഞ കാലത്ത് കൈകാര്യം ചെയ്ത അത് അപ്പോൾ തീരുമാനിക്കുള്ളൂ. അതിപ്പോൾ പറയില്ല. ഇല്ല, ഇപ്പോൾ മന്ത്രി മാറുന്ന മന്ത്രി പാറക്കൽ അബ്ദുള്ളായിരിക്കും. കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളക്ക് അതിപ്പോൾ അത് അപ്പോൾ തീരുമാനിക്കും. വകുപ്പുകൾ അത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അതുണ്ടാകും, പുതിയ വകുപ്പുകൾ ഉണ്ടാകും. അത് ഞങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. അദ്ദേഹമായിരിക്കും അത് മാറ്റത്തിനനുസരിച്ച് മുഖ്യമന്ത്രി പറയും. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നുണ്ടോ? നേരത്തെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മിക്കവാറും ആ വകുപ്പിൽ തന്നെ ആയിരിക്കും. പുതിയ വകുപ്പ് ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയും. പാർട്ടി ലീഡർ പറയും. ചില സാങ്കേതിക അത് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രിയുടെ പ്രൊമോഗേറ്റീവാണ്. അതുകൊണ്ട് തന്നെ അത് ഗവർണറുടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് വരേണ്ടത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുമ്പോഴേ അത് എന്താണെങ്കിൽ ഇതാണ്. നമുക്ക് വകുപ്പ് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരമില്ല. പാർട്ടി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ഈ കൂടുതൽ ക്യാബിനറ്റ് തസ്തികകൾ എന്തെങ്കിലും ഉണ്ടാവും ഇനി ഓക്കെ എന്നാ, താങ്ക് യു. മന്ത്രിമാരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ എന്നിവർ മന്ത്രിമാരായി എത്തുകയാണ്. ഒപ്പം തന്നെ 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട്ട് നിന്നൊരു മന്ത്രി ഉണ്ടാകും എന്ന് പറയുകയാണ്. പാറക്കൽ അബ്ദുള്ള മന്ത്രിയായി എത്തിയേക്കും. പക്ഷേ ആരാകും മാറുക എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലും അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ലീഗ് പറയുകയാണ്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ വന്ന അതേ ലിസ്റ്റ് എന്ന് നമുക്കതിനെ പറയാം. ലീഗിൻ്റെ 5 മന്ത്രിമാർ: PK ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. V അബ്ദുൽ ഗഫൂർ കളമശ്ശേരിയിൽ നിന്ന് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ P രാജീവിനെ മലർത്തിയടിച്ച് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ V അബ്ദുൽ ഗഫൂർ ഇത്തവണ മന്ത്രിയാകുന്നു എന്ന സവിശേഷതയും വരികയാണ്. മലപ്പുറത്തിനപ്പുറത്തേക്ക് ഒരു മന്ത്രി വേണം എന്നുള്ള ഒരു ആഗ്രഹം അത് V അബ്ദുൽ ഗഫൂറിലൂടെ ലീഗ് കാണിക്കാൻ